അങ്ങനെ അതിരാവിലെ എഴുന്നേറ്റ് ആ പെൺകുട്ടി മട്ടൺ സ്റ്റൂ ഉണ്ടാക്കിയാണ് സുഹൃത്തുക്കളെ. മട്ടൺ സ്റ്റൂ ഉണ്ടാക്കുക. രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുത്താണ്. ലഞ്ചിന് വേണ്ടിയിട്ട് ഓവർനൈറ്റ് ഓട്സ് എടുത്തു. ബ്രേക്ക്ഫാസ്റ്റിന് ഓഫ് കോഴ്സ് മട്ടൺ സ്റ്റൂ എടുത്തു. പിന്നെ ഇടിയപ്പം, ഇതായിരുന്നു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇടിയപ്പം എടുത്തു. പിന്നെ മലപ്പുറം കത്തി, സ്പൂണും ഫോർക്ക്, അമ്പും വില്ലും, ആദ്യമായ കടച്ചാണ്ടി സാധനമൊക്കെ. പിന്നെ ഒരു കുക്കി എടുത്തു. ആർക്കെങ്കിലും മധുരം വേണമെന്ന് പറയുവാണെങ്കിൽ. പിന്നെ സോൾട്ട് ആൻഡ് പെപ്പർ. ഇത്രയും സാധനമാണ് എൻ്റെ ലഞ്ച് ബാഗ്. അങ്ങനെ എൻ്റെ ലഞ്ച് ബാഗ് റെഡി ആയിട്ടുണ്ട്. അതെല്ലാം എടുത്ത് വെച്ചു. ഇനി എന്ത് വേണം? ഇനി ഒരുങ്ങിപ്പോയി. അവിടെ ചെന്നു, ഡ്യൂട്ടിക്ക് കയറി, ഡ്യൂട്ടി ചെയ്തു. അങ്ങനെ ലഞ്ചിൻ്റെ ടൈമായപ്പോൾ ഞാൻ ജിനിച്ചേച്ചിയോട് പറഞ്ഞു, ജിനിച്ചേച്ചി നമുക്ക് കാഫറ്റേരിയയിൽ പോയി കഴിക്കാമെന്ന്. അങ്ങനെ കാഫറ്റേരിയയിൽ ചെന്ന് ഞങ്ങൾ നോക്കി എന്താണ് കഴിക്കാൻ. നോക്കി നമ്മുടെ കിങ് ഫിഷ് വറുത്ത് വെച്ചേക്കുന്നത് കൊള്ളാം അല്ലേ. പരിപ്പേറിയുണ്ട്, ചോറുണ്ട്, ഇച്ചിരി തൈരും കൂടെ വാങ്ങിച്ച പൊളിയായിരിക്കും. പക്ഷേ എനിക്കതൊന്നും കഴിക്കാൻ തോന്നിയില്ല. അവിടെ അത്രയും നല്ല ഫുഡൊക്കെ ഉണ്ടായിട്ടും ഒന്നിനും കൊള്ളുകയില്ലാത്ത ഒരു ഒരു ബീഫിൻ്റെ ഒരു സാധനവും കുറച്ച് റൈസും, പിന്നെ ഒരു ചിക്കൻ കറി. ഈ ചിക്കൻ കറി ഞാൻ വാങ്ങിച്ചല്ലോ കേട്ടോ. ആ കാഫറ്റേരിയയിലെ ചേട്ടൻ എനിക്ക് ഫ്രീ ആയിട്ട് തന്നതാണ്. നമ്മളെ കണ്ടപ്പോഴേ പുള്ളിക്ക് തോന്നി ഞാൻ നന്നായി കഴിക്കുന്ന ആളാന്ന്. അങ്ങനെ ചിക്കൻ കറിയൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു കേട്ടോ. നമുക്ക് ഓരോ ദിവസവും കാഫറ്റേരിയയിൽ ഓരോ കൺട്രീസിൻ്റെ ഡേ ആണേ. അപ്പോൾ ഇന്ന് ഈജിപ്ഷ്യൻ ഡേ ആയിരുന്നു. അപ്പോൾ അവരുടെ ഫുഡാണ് കൂടുതൽ. പക്ഷെ നമ്മുടെ ഫുഡും ഉണ്ട് കേട്ടോ. എല്ലാ കൺട്രിക്കാരുടെയും ഉണ്ട്. പക്ഷേ മെയിനായിട്ട് ഈജിപ്ഷ്യൻ ഡേ ആണ്. നമ്മുടെ ഇന്ത്യൻ ഫുഡിൻ്റെ ദിവസം ഒരു ദിവസം കേരള സദ്യയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സദ്യയുടെ അന്ന് എനിക്ക് ഓഫായിരുന്നു, കഴിക്കാൻ പോകാൻ പറ്റില്ല. ഇനി ഒരു ദിവസമായിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട് നേരെ ജോലി തുടർന്നു. അത് കഴിഞ്ഞിട്ട് കോഫിയുടെ സമയമായപ്പം എനിക്ക് കോഫി കുടിക്കാനുള്ള വളരെയധികമായ ക്രേവിങ്സ്. അങ്ങനെ പോയൊരു കോഫിയൊക്കെ എടുത്തു. കോഫി തയ്യാറാക്കുന്ന സമയം കൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് കുറച്ച് പ്ലാസ്റ്റിക് കപ്പും മഗ്ഗും സാധനങ്ങളൊക്കെ നോക്കിയതാണ്. എൻ്റെ മുഖം കാണുമ്പോഴറിയത്തില്ലെന്ന് ഞാൻ വളരെയധികം ക്ഷീണിതയാണ്, നല്ല ടയർഡായിരുന്നേ. അതുകൊണ്ട് തന്നെ കോഫി കുടിച്ചില്ല, ഒരു രക്ഷയില്ലായിരുന്നു. അതുകൊണ്ട് കോഫി കുടിക്കാൻ പോയതാ കേട്ടോ. അതല്ലേലും നമ്മൾ ജോലി ചെയ്യുമ്പം വൈകുന്നേരം സമയം കിട്ടിയാലൊരു കോഫി അത് മസ്റ്റാണല്ലോ. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞു. എൻ്റെ വീഡിയോ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും എന്ത് സുഖമാണ് ജോലി. രാവിലെ ചെല്ലുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ ലഞ്ച് കഴിക്കുന്നു, പിന്നെ കോഫി കുടിക്കുന്നു. അതൊന്നും അല്ല കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പണിയുണ്ട്. അതൊന്നും ഇവിടെ കാണിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് കാണിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് ദ പവറല്ല നഴ്സുമാരുടെ കഷ്ടപ്പാട് ഒന്നുമില്ല എന്ന് മാത്രം വിചാരിച്ചേക്കരുതെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എന്ന് കരുതി എല്ലാ ദിവസവും ഞങ്ങൾ പട്ടിണിയാണെന്നും അതിനർത്ഥമൊന്നുമില്ല. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞു. ഇനി എന്ത് വേണം? ഇനി നേരെ വീട്ടിൽ ചെല്ലണം, ഒന്ന് കുളിക്കണം, കിടക്കണം. അപ്പം ശരിയെന്നാൽ പോയേച്ചും വരാം.